ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി ആയുർവേദിക് ഫിസിഷ്യൻ. അപ്പൊ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ. കാരണം എന്താന്ന് വെച്ചാൽ രുദ്രാക്ഷം എന്നുള്ള ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സംഭവമാണ് രുദ്രാക്ഷം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അതിപ്പോ ഇത്രയും ആളുകൾക്ക് എത്തിപ്പെട്ടു. അതായത് കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ തന്നെ പിഗ്മെന്റേഷൻ ഇഷ്യൂ പറഞ്ഞിട്ട് കുറേ പേര് വരാറുണ്ട്. വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ടാണ് വരാറ്. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രുദ്രകാന്തി ഓയിൽ എന്നുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി ചിന്തിച്ചതും. അപ്പൊ അശോകമൊക്കെ പൂത്തിക്കുന്ന ടൈം ആയതുകൊണ്ട് അതും കുറച്ച് ആയുർവേദിക് വർണ്ണ ഗുണങ്ങളുള്ള ഡ്രഗ്സ് ഒക്കെ ചേർത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അതാണ് നമ്മുടെ രുദ്രകാന്തി ഓയിൽ. അത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും യൂസ് ചെയ്ത് നോക്കി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി തന്നെ നല്ല ചേഞ്ചസ് മനസ്സിലായിക്കോ. പയ്യെ പയ്യെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പൊ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരോടും പറയും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തരണം എന്ന് പറയും. പക്ഷെ എല്ലാവരും നമുക്ക് നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് തന്നിട്ട് ഇരുന്നിരുന്നത്. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റാ പേജ് ഒക്കെ തുടങ്ങി. അതിൽ റിവ്യൂസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കസിൻ ബ്രദർ എന്റെ ഒരു റിവ്യൂ പോസ്റ്റ് ഷൈനി മാമിക്ക് എത്തിപ്പെട്ടു. മാമും നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ ഷൈനി സാറ് മാമിനോട് നമ്മൾ പറഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ വീഡിയോ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ മാമും ഒരു 3 വീക്സ് യൂസ് ചെയ്തപ്പോൾ നല്ല ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് മാല മാം കണ്ട് മാല മാമും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാല മാം യൂസ് ചെയ്തപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂ തരുമെന്ന്. അപ്പൊ മാല മാമിന് ഇഷ്ടപ്പെട്ടിട്ട് മാല മാം അത് ഫ്രണ്ട്സിനും എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് മാല മാമിന് അത്രയും ചേഞ്ചസ് വന്നു എന്നിട്ട് ഒരു സർപ്രൈസ് വീഡിയോ പോലെയാണ് ഒരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെട്ടു. അതുപോലെ 7 കിലോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഈ രുദ്രകാന്തി ഓയിൽ എന്നുള്ളത്. അതിപ്പോ നമ്മൾ 100 കിലോ വെളിച്ചെണ്ണയിലാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അത് ആഴ്ചയിൽ ഒരു 2 വട്ടത്തോളം നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഓർഡേഴ്സുകളാണ് നമുക്ക് ഡെയിലി വരുന്നത്. മിനിമം ഒരു 100+ ഓർഡേഴ്സുകൾ നമുക്ക് ലാസ്റ്റ് ഇയർ ഒരു ഏപ്രിൽ മെയ് തൊട്ടേ നമുക്ക് ഇങ്ങനെ ഓർഡേഴ്സുകൾ വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർക്ക് അത്രയും നമ്മളുടെ ഈ ഒരു ഓയിൽ കൊണ്ട് കുറേ നാളായിട്ട് സഫർ ചെയ്യുന്ന ഒരു സംഭവത്തിൽ മാറ്റം കിട്ടിയെന്ന് പറയുന്നതും അതുപോലെ കുറേ സെലിബ്രിറ്റീസുകൾ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവരും കുറേ പോസിറ്റീവ് റിവ്യൂസ് തന്നിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം നമ്മൾ ഇതുവരെ ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും തുടങ്ങിയിട്ടില്ല. അതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ ഫുള്ള് കൊറിയർ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 2 നമ്പർ വെച്ചിട്ടുണ്ട്. കോൾ ത്രൂ ഓർഡേഴ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സുകൾ എടുക്കുന്നത്. www.rudraishan.au ആണ് ഓസ്ട്രേലിയത്തെ വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുമോ എന്നുള്ളത്. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അതും ഹോപ്പ്ഫുള്ളി വെരി സൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഇത്രയും നമുക്ക് സപ്പോർട്ടായിട്ട് പോസിറ്റീവ് റിവ്യൂസ് തന്നിട്ട് ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും യൂസ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂസുകൾ തരണം. പിന്നെ അതിനുശേഷമാണ് കുറെ പേര് ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ ചോദിച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്തതും അങ്ങനെയാണ് രുദ്രലാവണ്യ എന്നുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ ഇപ്പോൾ 1 ഇയർ ആയിപ്പോ നമുക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട്. രുദ്രകാന്തി ഫേസ് ഓയിലും രുദ്രലാവണ്യ ഹെയർ ഓയിലും. ഇനിയിപ്പോ നമ്മൾ ഒരു ഫുഡ് ഓയിൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഈ ഒരു മന്ത് വിഷു ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത് ലോഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവോ? വന്ന് ചെയ്യാനായിട്ട് പറ്റുമോ? അതായത് ഒരു റെജുവിനേഷൻ പോലെ. കുറേ പേര് മെനോപോസ് ടൈമിലൊക്കെ കുറേ കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് വന്ന് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാവോ എന്നൊക്കെ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മളൊരു 2 to 3 മന്ത്സിൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ നമ്മൾ ഇൻസ്റ്റാ ത്രൂ തന്നെ അറിയിക്കുന്നതാണ്.